ഓണം സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലീറ്റഡ് സ്കേർട്ടിനേക്കാൾ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് അംബ്രല്ല സ്കേർട്ടാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഏതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഞാനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങനെ ഒരു ക്രോസ് ആയിട്ടും കൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡിൽ മാത്രമേ സ്റ്റിച്ച് വരത്തുള്ളൂ. അപ്പം ആ ഒരു ഫോൾഡിങ് സെൻറ്ററിലായിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ സ്റ്റിച്ച് നമുക്ക് ഒഴിവാക്കാം. ഇതിപ്പം ചെറിയ സ്കേർട്ട് ആയതുകൊണ്ടാണ് ഈ ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗം നമുക്കിങ്ങനെ മടക്കി എടുക്കാൻ പറ്റുന്നത്. വലിയ സ്കേർട്ടൊക്കെ ആകുമ്പോൾ എന്തായാലും നമുക്ക് താഴെ ജോയിൻ്റൊക്കെ വരും. ആ സമയത്ത് നമ്മളിപ്പോൾ ഓപ്പണിംഗ് ഉള്ള ഭാഗത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ കോണിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ വേണ്ട വേസ്റ്റിൻ്റെ റൗണ്ട് 20 ഇഞ്ചാണ്. ഇപ്പോൾ ബാൻഡോ ഹൂക്കോ സിബ്ബറോ ഒക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 20നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 5 ഇഞ്ച് വിഡ്ത്തിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 5നോടൊപ്പം മിനിമം 2 ഇഞ്ചെങ്കിലും കൂടുതൽ ഈ ഒരു വിഡ്ത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വേസ്റ്റ് ബാൻഡ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സൈഡിനേക്കാളും മിനിമം ഒരു 1 ഇഞ്ചെങ്കിലും ഈ സെൻറ്റർ പോർഷനിൽ താഴ്ത്തിയിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. ഇനി മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് 20.5 ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ലൈനിങ് മെറ്റീരിയലാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് മാർജിന് കഴിഞ്ഞാലും ഞാനൊരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കും കൂടി ഇടുമ്പോഴത്തേക്കും കറക്റ്റ് എനിക്കൊരു 20 ഏകദേശം കിട്ടുന്നുണ്ടാവും. ഇനി ഈ മാർക്കിംഗ് അനുസരിച്ച് നമ്മൾ സ്കേർട്ടിൻ്റെ താഴ്ഭാഗവും അതുപോലെ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് വെച്ചിട്ട് അതിനേക്കാളും ഒരു 1 ഇഞ്ച് ലെങ്ത് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ ശരിക്കുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഷിഫോൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ലൈനിങ് കട്ട് ചെയ്തിട്ട് അത് വച്ചിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവുക. ഇനി ഈ ലൈനിങ്ങിൻ്റെ കട്ടിങ് വേസ്റ്റിൽ നിന്നാണ് ഞാൻ വേസ്റ്റ് ബാൻഡിലേക്കുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കവർ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് ഫാബ്രിക് വേണം. പ്ലസ് നമുക്ക് സ്റ്റിച്ചിങ് മാർജിൻ ഒരു 1/2 ഇഞ്ച് കൂടി ചേർത്തിട്ട് ഞാൻ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വേസ്റ്റ് റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. പക്ഷേ അത് ഇങ്ങനെ ചെറിയൊരു കർവ് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അത് എക്സ്പാൻഡ് ആവും. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യുമ്പോഴും അതനുസരിച്ചിട്ട് മിനിമം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ ഞാനിവിടെ 28 ഇഞ്ചാണ് എനിക്ക് ടോട്ടലി വേണ്ടിയിരുന്നത്. ഞാനൊരു 30 ഇഞ്ചസ് ആക്കിയിട്ടാണ് ഈ ബാൻഡ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ബാൻഡ് 2 പീസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നല്ല വശം മുകളിലേക്ക് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് സ്കേർട്ടിൻ്റെ ഫാബ്രിക്കും പിന്നെ ലൈനിങ്ങും വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ എല്ലാം ഇങ്ങനെ ജോയിൻ്റ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർജിനൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഈ ബാൻഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ടൈമിൽ തന്നെ വേണമെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ കർവ് ഷേപ്പിൽ കട്ട് ചെയ്ത ഫാബ്രിക്കിന്മേലേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് പീസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചുളുക്ക് വരുന്നുണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളിൽ അതുപോലെ എക്സ്ട്രാ പീസ് വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചെറിയ ചെറിയ ഇതുപോലത്തെ കുഞ്ഞു ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ആയി കിട്ടിക്കോളും. ഇവിടെ ഇലാസ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ മാർജിൻ കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാബ്രിക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിംഗിൾ ഫോൾഡ് ഇങ്ങനെ ചെയ്തിട്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ മാർജിനൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡിങ്ങിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ അളവെടുക്കേണ്ടത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനേക്കാൾ 3 മുതൽ 5 ഇഞ്ച് വരെ കുറവായിട്ടാണ്. അതായത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് 5 ഇഞ്ച് വരെ കുറച്ചിട്ട് എടുത്താൽ മതിയാവും. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ മതിയാവും. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഞാൻ ഈ സൈഡൊക്കെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ ഫ്ലെയർ ഉള്ള ഒരു ടൈപ്പല്ല, ഒരു സെമി സർക്കിൾ ആയിട്ടുള്ള ഒരു അംബ്രല്ല സ്കേർട്ടാണ്. പിന്നെ കൂടുതൽ ട്രഡീഷണൽ വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ താഴെ ഒരു ബോർഡറൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം.